നമസ്കാരം. വാർത്ത ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ചില വിവരങ്ങൾ. അതായത് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ദിശയെക്കുറിച്ച് തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. SITക്കെതിരെ അങ്ങനെ വാളെടുത്ത ഹൈക്കോടതി നീക്കത്തിന് പിന്നാലെ തുരുതുര 1, 2, 3 എന്ന രീതിയിൽ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുകയാണ് അന്വേഷണ സംഘം. പ്രധാന പ്രതികളെ തന്നെ ഇതുവരെയും പിടികൂടാതെ, അറസ്റ്റ് രേഖപ്പെടുത്താതെ എന്ത് തരത്തിലുള്ള അലംഭാവമാണ് ഈ അന്വേഷണ സംഘം കാട്ടുന്നത്? ED കൂടി രംഗപ്രവേശം ചെയ്തതോടെ കാര്യങ്ങൾ കളി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. SITക്ക് നേരെ ഹൈക്കോടതി പൊട്ടിത്തെറിച്ച ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഗുരുതരമായ ഈ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിന്റെ അലംഭാവമാണ് അതിൽ പ്രധാന കാരണം. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റംഗങ്ങൾ അവരൊക്കെ തന്നെ എങ്ങനെയാണ് കുറ്റവാളികളല്ലാതായത്? ആ അംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്നും KP ശങ്കർദാസിലേക്കും N വിജയകുമാറിലേക്കും എന്തുകൊണ്ട് അന്വേഷണം പോകാതിരുന്നു? അവരെ എന്തിന് സംരക്ഷിച്ചു? അത് ഗുരുതരമായൊരു വീഴ്ചയല്ലേ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ ഉരുപ്പടികളിൽ ഉണ്ടായ തിരിമറിയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമൊക്കെ ഗൗരവകരമാണെന്നുള്ള കാര്യം കോടതി വിലയിരുത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം നടത്തിയതും. എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല? മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ ഈ പോലീസ് സംഘം? അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങണമെന്ന നിർദ്ദേശം കർശനമായി കോടതി നൽകിയിരിക്കുകയാണ്. SITയെ ഇപ്പോൾ സംശയ നിഴലിലേക്ക് ഹൈക്കോടതി തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇനി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നെങ്കിൽ പോലും ചില ഇടപെടൽ അത് കോടതിയെ പോലും സംശയിപ്പിക്കുന്നു. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തൊട്ടു പിന്നാലെ ഒരു നിർണായക അറസ്റ്റ് നടത്തിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെയും തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചത് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. ശില്പങ്ങളിൽ നിന്നും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനും. പോറ്റിയും ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇത്രയും കാലം ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഹൈക്കോടതി ഇങ്ങനെ ഒരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ED സംഘം അന്വേഷണം ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയായിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ട തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടായൊരു തീരുമാനമായിരുന്നു. അന്നത്തെ, അതായത് 2019 ബോർഡ് മെമ്പർമാരായിട്ടുള്ള ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിനൊഴിവാക്കിയെന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയത്. കാരണം പത്മകുമാറിനെ പോലെ തന്നെ ഈ 2 ബോർഡ് മെമ്പർമാരും കുറ്റകൃത്യത്തിൽ ഒരുപോലെ തന്നെ പങ്കെടുത്തവരാണ്. അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഈ നീക്കം നടന്നിട്ടുള്ളത്. പിന്നെ അവർ മാത്രം എങ്ങനെ ഇതിൽ സത്യസന്ധരായി മാറി? നിരപരാധികളാകും. ഇതിൽ പത്മകുമാറിനെ മാത്രമേ പ്രതി ചേർത്ത നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തില്ല? മറുപടിയില്ലായിരുന്നു SITക്ക്. അവരെ കാര്യമായി ചോദ്യം ചെയ്തതായിട്ടും രേഖകളിലൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഉന്നതർ എന്ന് പറയപ്പെടുന്ന ചിലരെ സംരക്ഷിക്കാനുള്ള നടപടി SIT തന്നെ കൈക്കൊണ്ടോ? അന്വേഷണത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പോരായ്മയായി കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമാണ്. മറ്റു പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജഡ്ജി ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവരാരൊക്കെ അവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നു. സംരക്ഷകർ തന്നെ വിനാശകരായി മാറുകയാണെന്നും കോടതി എടുത്തു പറഞ്ഞു. ഒരു പുണ്യക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലും തിരുവാഭരണങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണം അവിടുത്തെ അധികാരികൾ തന്നെ ചേർന്ന് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഇതുവരെ തന്നെ കേട്ടുകേൾവിയില്ലാത്തതും ഗൗരവതരമാണെന്നുമാണ് കോടതി ഉത്തരവിൽ പറഞ്ഞത്. കേസിലാസ്പദമായ സംഭവങ്ങൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മതപരമായ വികാരങ്ങളെ ആഴത്തിൽ തന്നെ മുറിവേൽപ്പിക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുകളിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സ്വർണം പൂശിയ നിലയിലുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളകളും വെറും ചെമ്പ് പാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തി ബോധപൂർവം സ്വർണം തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള നടപടി ഇതിനെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ദേവസ്വം മാനുവൽ പ്രകാരം സ്വർണ്ണ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിയമങ്ങൾ, അതായത് അളവ്, തൂക്കം എന്നിവ പരിശോധിച്ച് സ്മിത്തിനെ നിയമിച്ച് അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യാതെ ഈ പ്രതികൾ നിയമം ലംഘിച്ചിരിക്കുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് ജാമ്യം തള്ളിയുള്ള ഉത്തരവിൽ പറയുന്നത്. ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമില്ലാതെ ഇത്രയും വലിയൊരു സ്വർണ്ണവേട്ട ഒരു തരത്തിലും നടക്കില്ല.
അന്വേഷണം ഇനിയും വൻ സ്രാവുകളിലേക്കും ഉന്നതരിലേക്കും എത്തണമെന്ന കാര്യത്തിൽ സംശയമില്ല, എത്തിച്ചിരിക്കണം. അന്വേഷണത്തിൽ വിവേചനം കാണിക്കരുതെന്നും ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും കടുത്ത അതൃപ്തി കൂടിയാണ് കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത്, ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറാണ്. ഇത്തരം കേസുകളിൽ കോടതികൾ സമാന്തരമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചേ മതിയാകൂ. പ്രതികൾ സ്വാധീന ശക്തിയുള്ള മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കൊടുക്കുന്നത് അത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയാക്കുമെന്നാണ് കോടതി പറയുന്നത്. അന്വേഷണ പരിധിയിൽ നിന്നും ചില കുറ്റവാളികളെ ഒഴിവാക്കുകയാണോ എന്നും കോടതി എടുത്തു ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസ്, വിജയകുമാർ എന്നിവരുടെ പങ്കാളിത്തം അതെന്തായിരുന്നാലും ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അറസ്റ്റ് നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യണം. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP എസ് ശശിധരൻ ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്നാണ് കോടതി പറയുന്നത്. കേസിലെ പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കവേ നേരത്തെയും കടുത്ത നിലപാട് ഹൈക്കോടതി ഇതുപോലെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ 2 മുൻകൂർ ജാമ്യഹർജികളായിരുന്നു ഉണ്ടായത്. അതിൽ ഒന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ കാര്യത്തിലും S ശ്രീകുമാറിന്റെ കാര്യത്തിലുമായിരുന്നു. ജയശ്രീ ആകട്ടെ സുപ്രീം കോടതിയിൽ പോയി നിലവിൽ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യരുതെന്നും അതുപോലെ ജാമ്യഹർജി നേടിയെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ തള്ളി ഹൈക്കോടതി ഇരുവർക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വൈകിയതിലും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിലടക്കം ജയശ്രീക്ക് എത്താനുള്ളൊരു അവസരം അന്വേഷണ സംഘം തുറന്നിട്ടതുപോലെ വ്യാഖ്യാനിക്കാവുന്നത്. രാഷ്ട്രീയക്കാർക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന കാര്യം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലുണ്ടാകും. കേന്ദ്ര ഏജൻസിക്ക് അത് പരിശോധിക്കാനോ റെയ്ഡുകൾ നടത്താനോ അറസ്റ്റ് നടപ്പിലാക്കാനോ ഒന്നും തന്നെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതാം. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിൻ്റെ റിമാൻഡ് ജനുവരി 1 വരെയാണ് കോടതി ഇപ്പോൾ നീട്ടിയത്. KS ബൈജുവിൻ്റെ ഈ കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു എന്നിവരുടെയും ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ വൻതോതിൽ തിരിമറി നടന്നെന്ന ആരോപണത്തിലായിരിക്കും ഇനി EDയുടെ പരിശോധന. ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും കാണിക്കയായി ലഭിച്ച സ്വർണ്ണക്കട്ടികളും രേഖകളിൽ ഉള്ളതുപോലെ സ്റ്റോക്കിലില്ലെന്ന പരാതിയിലാണ് ഈ നടപടി. സ്വർണം ഒരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലും വൻതോതിൽ ക്രമക്കേട് നടന്നെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ ED പ്രധാനമായും പരിശോധിക്കും. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കും. കോടതി അനുമതി കിട്ടിയതോടെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നുമൊക്കെ ED വിവരങ്ങൾ തേടും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായില്ല എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ തന്നെയാണ് ED നിലവിലെത്തുന്നത്. EDക്ക് രേഖകൾ കൈമാറുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കോടതി ഇക്കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ വാദത്തെ പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു സാധ്യത നിലവിൽ നിരീക്ഷിക്കേണ്ടതില്ല. അന്വേഷണത്തിന് വഴിക്ക് പോകട്ടെ, സമാന്തരമായി തന്നെ ഇത് കണ്ടെത്തട്ടെ. ശബരിമലയിൽ ഭക്തർ വഴിപാടായി സമർപ്പിച്ച കിലോ കണക്കിന് സ്വർണം ഒരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലുമൊക്കെ വൻ അഴിമതി നടന്നുവെന്ന ആരോപണം ഏറെക്കാലമായി കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നതാണ്. അത് പക്ഷേ ഒരു വിവാദത്തിന്റെ സാഹചര്യത്തിലേക്കോ വലിയ അലയൊലികളോ ഒന്നും തന്നെ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചുവെന്നും ഉരുപ്പടികളുടെ തൂക്കത്തിൽ വൻ കുറവുണ്ടായി എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഭക്തജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ED അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത്. ED അന്വേഷണത്തിന് കോടതി അനുമതി കിട്ടിയതോടെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ദേവസ്വം ബോർഡ് ഒരുപക്ഷെ പൂഴ്ത്തിവെച്ച പല ഓഡിറ്റ് റിപ്പോർട്ടുകളും സ്വർണ്ണ കൈമാറ്റ രേഖകളും, എന്തിനേറെ പറയുന്നു 98 മുതൽ ഇങ്ങോട്ടേക്ക് 28 വർഷത്തിനടുത്തുള്ള അന്വേഷണമായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്താനായി ഉദ്ദേശിക്കുന്നത്. അന്വേഷണം തങ്ങൾ നടത്തിയാൽ മതിയെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി തള്ളിക്കളഞ്ഞത് സർക്കാരിനും പോലീസിനും സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെ നോക്കിക്കാണണം. സ്വർണം ഒരുക്കുന്നതിലൂടെ നടന്ന കള്ളപ്പണ ഇടപാടുകളും അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളും EDയെ ആകുലപ്പെടുത്തുന്നു. ഇതായിരിക്കും പ്രധാനമായി പരിശോധിക്കാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ നടുക്കിയ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്നത് ആദ്യം സ്ഥിരീകരിക്കും. അതല്ലെങ്കിൽ മറ്റു പ്രതികൾ ആരൊക്കെ? ഇക്കാര്യം കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും ED വിവരങ്ങൾ കൃത്യമായി തന്നെ തേടും. സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് EDയുടെ ഈ നിർണായകമായ നീക്കവും. ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളും സ്വർണവും അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരിക്കലും അത് കൈമാറ്റം ചെയ്യാനോ അത് ധനവിനിമയം നടത്താനോ ഒന്നും തന്നെയല്ല ചെയ്യേണ്ടത്. അത് അയ്യപ്പന്റെ സ്വത്താണ്. ദേവന്റെ സ്വത്ത് ദേവന് മാത്രം സ്വന്തം. അത് ദേവസ്വം ബോർഡിലുള്ളതോ ഭരണാധികാരികളായിട്ടുള്ളവരോ ആയിട്ടുള്ള ആർക്കും കൈകടത്താനും കൊള്ളയടിക്കാനും അധികാരമില്ല.
രാജഭരണകാലം മുതൽ ഓരോ കാലഘട്ടത്തിലും ഭക്തർ അവർ സമർപ്പിച്ച അമൂല്യ നിധികളാണ്, അവരുടെ സംഭാവനകളാണിത്. കേരളത്തിൽ ഈ സ്വർണ്ണത്തിൽ കൈവച്ചു എന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായൊരു വിഷയം തന്നെയാണ്. അന്വേഷണം മീഡിയയിലേക്ക് എത്തുന്നതോടെ പ്രതീക്ഷ കൂടുതലാവുകയാണ്. വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദങ്ങൾക്ക്, നിഗൂഢതകൾക്ക് ഉത്തരം കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈക്കോടതിയായിരുന്നു ഇ ഡി ആദ്യം സമീപിച്ചത്. എന്നാൽ വിജിലൻസ് കോടതിയെ സമീപിക്കാനായി ഹൈക്കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇനി ഒരു പക്ഷേ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയില്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് വീണ്ടും ഒരു ഹർജിയുമായി പോവുകയും അവിടെ നിന്നും അനുമതി വാങ്ങി വരാനും ഇ ഡിക്ക് കഴിയുമായിരുന്നു. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ വിഷയം, അതിൽ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടളപ്പാളികൾ എന്നിവയിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്ന കേസിലാണ് പ്രതികൾ ജാമ്യഹർജി തേടിയത്.